ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സ്തൂപിക പ്രതിഷ്ഠ മഹാകുംഭാഭിഷേകം നടക്കാൻ പോവുകയാണ്. ശ്രീകോവിലിന് മുകളിൽ താഴികക്കുട പ്രതിഷ്ഠയും ശ്രീകോവിലിനുള്ളിൽ വിശ്വക്സേന പ്രതിഷ്ഠയും തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ അഷ്ടബന്ധവുമാണ് നടക്കുന്നത്. 275 വർഷങ്ങൾക്ക് ശേഷമാണ് ശ്രീകോവിലിലെ താഴികക്കുട മാറ്റി സ്ഥാപിക്കുന്ന ചടങ്ങ് നടക്കാൻ പോകുന്നത്. 300 വർഷത്തോളം പഴക്കമുള്ള വിശ്വക്സേന വിഗ്രഹമാണ് പുനരുദ്ധാരണം ചെയ്യാൻ പോകുന്നത്. പ്രശാന്ത് കൃഷ്ണയാണ് വിവരങ്ങളുമായി ചേരുന്നത്. പ്രശാന്ത്, ഗുഡ് മോർണിംഗ്. ഇത്രയും വലിയ പ്രത്യേകതയുള്ള വലിയൊരു ചടങ്ങാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടക്കാൻ പോകുന്നത്. എന്താണ് അവിടുത്തെ ചടങ്ങുകൾ? ഒപ്പം തന്നെ വലിയ സുരക്ഷയൊക്കെ ഉണ്ടാകുമല്ലോ. എങ്ങനെയാണ് ക്രമീകരണങ്ങൾ? പൂജ ഭക്തലക്ഷങ്ങൾ വളരെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന ഒരു പൂജാ ചടങ്ങാണ് മഹാകുംഭാഭിഷേകം. അതായത് ശ്രീകോവിലിന് മുകളിൽ ശ്രീകൃഷ്ണസ്വാമിയുടെ ശ്രീകോവിലിന് മുകളിൽ 3 സ്വർണ്ണ താഴികക്കുടങ്ങൾ സ്ഥാപിക്കുകയാണ്. പിന്നെ ഒരെണ്ണമുള്ളത് ഒറ്റക്കൽ മണ്ഡപത്തിന് മുകളിലാണ്. അതാണ് സ്തൂപിക പ്രതിഷ്ഠ എന്ന് പറയുന്നത്, മഹാകുംഭാഭിഷേകം. ഇതിന് പുറമെ ഇന്ന് നടക്കുന്ന പ്രധാനപ്പെട്ട 2 ചടങ്ങുകൾ വിശ്വക്സേനൻ്റെ പ്രതിഷ്ഠയാണ്. അത് ശ്രീപത്മനാഭ സ്വാമിയുടെ വിഗ്രഹത്തിൻ്റെ കാൽക്കൽ ഭാഗത്താണ് വിശ്വക്സേനൻ്റെ പ്രതിഷ്ഠയുള്ളത്. ഈ പ്രതിഷ്ഠയ്ക്ക് അല്ലെങ്കിൽ ഈ വിഗ്രഹത്തിന് കേടുപാടുകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ കടിശർക്കര യോഗ കൂട്ടിൽ, അതായത് ശ്രീപത്മനാഭ സ്വാമിയുടെ വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത് കടിശർക്കര യോഗ കൂട്ടിലാണ്. അതേ നിർമ്മിതിയിൽ തന്നെയാണ് വിശ്വക്സേനൻ്റെയും പ്രതിഷ്ഠ നടത്തുന്നത്. ഇതിന് പുറമെ തിരുവമ്പാടി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ അഷ്ടബന്ധവും. ഈ ചടങ്ങുകളാണ് രാവിലെ 7:40, അതായത് ചടങ്ങുകൾ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നു. 7:40 മുതൽ 8:40 വരെയുള്ള സമയത്തിന് മധ്യയാണ് ഈ ചടങ്ങ് നടക്കുന്നത്. നമുക്കറിയാം, ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഇപ്പോൾ കാണുന്ന ക്ഷേത്രം ഈ രീതിയിൽ നിർമ്മിക്കുന്നത് മാർത്താണ്ഡവർമ്മ, അതായത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. നമ്മൾ മാർത്താണ്ഡവർമ്മ എന്ന വലിയ പ്രശസ്തിയോടെ പറയുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് അവസാനമായി, അതായത് 275 വർഷങ്ങൾക്ക് മുൻപ് ഈ അവസാനമായി മഹാകുംഭാഭിഷേകം, അതായത് ഈ സ്തൂപിക പ്രതിഷ്ഠ നടന്നത്. അതിനുശേഷം ഇപ്പോഴാണ്, അതായത് 275 വർഷത്തിന് ശേഷം ചരിത്ര മുഹൂർത്തമാണിത്. 275 വർഷത്തിന് ശേഷമാണ് ആ ചടങ്ങ് വീണ്ടും എത്തുന്നത് എന്നുള്ളതാണ്. അങ്ങനെ വലിയ പ്രത്യേകതയുണ്ട്. ഭക്തജനങ്ങൾ എല്ലാവരും തന്നെ ഭക്തിയോടുകൂടി കാത്തിരിക്കുകയാണ്. ഒപ്പം തന്നെ വലിയ സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട്.